ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നെർബിൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ നെർബിൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ ജർമ്മനിയിൽ എത്തിയിട്ട് ഇന്ന് 3 വർഷം ആവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ 3 വർഷം വരെ എങ്ങനെയായിരുന്നു ജർമ്മൻ ലൈഫ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ 3rd ഇയർ നേഴ്സിംഗ് പഠിക്കുമ്പോഴാണ് ഞാൻ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ചും ജർമ്മനിയിലെത്തി പഠിക്കണം അല്ലെങ്കിൽ ജോലി ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അറിയാവുന്നവരോടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ അങ്ങനെ 4th ഇയർ ഞാൻ നേഴ്സിംഗ് പഠിച്ച് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേഗം അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പഠിക്കാനൊക്കെ. ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പഠിച്ച് പാസ്സായത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോവിഡ് വന്നു. അതുകൊണ്ട് എനിക്ക് എക്സാം നമ്മുടെ പോസ്റ്റ്പോണ്ട് ആയി. അങ്ങനെ ഒരു 8 മാസം ഞാൻ വെറുതെ വീട്ടിലിരുന്നു. കോവിഡ് കാരണം നമുക്ക് എക്സാം ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ 1 വർഷം പഠിച്ചു. പിന്നെ കൂട്ടത്തിൽ 8 മാസം ഒന്ന് വെറുതെ വീട്ടിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ച് എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെയും പ്രോസസ്സിങ്ങിൻ്റെ കുറച്ച് ടൈം എടുത്തു. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞു ഞാൻ ജർമ്മനിയിൽ എത്താൻ വേണ്ടിയിട്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ജർമ്മനിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ഈ 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ വേറെ ഒരു എയിമും ഇല്ല. കാരണം നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ, ഞങ്ങളുടെ കൂടെ നേഴ്സിംഗ് പഠിച്ചവരൊക്കെ എക്സ്പീരിയൻസിന് കയറി. കൂടുതൽ പേരും, കുറച്ച് പേര് UK ഒക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ IELTS OET ഒക്കെ പഠിക്കാൻ പോയി. ബാക്കി എല്ലാവരും എക്സ്പീരിയൻസിന് വേണ്ടി കയറി. അപ്പം നമുക്ക് മാത്രമാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തത്. ഉള്ളിൽ അതിൻ്റെ സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ച് ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും, അങ്ങനെ ഒത്തിരി പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഈ ജർമ്മൻ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് നമ്മുടെ മാനസികമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കൂടെയുള്ളവരൊക്കെ ജോലിക്ക് കയറി, അവർക്കൊക്കെ എക്സ്പീരിയൻസ് ആയി, അവർക്കൊക്കെ സാലറി കിട്ടുന്നു. നമുക്കാണെങ്കിൽ പഠിച്ചിറങ്ങി ഇത്രയും നാളായിട്ട് ഒന്നുമില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നു. അതുപോലെ വീട്ടിൽ കുറേ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ അങ്ങനെ പോകാറില്ല. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം അവർ ചോദിക്കുന്ന ചോദ്യം, എക്സാം എഴുതിയില്ലേ, എത്ര നാളായി പഠിക്കുന്നു, ഇതുവരെ കിട്ടിയില്ലേ, എന്താ ഇതുവരെ പോവാത്തത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ പറയണമായിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നഴ്സിംഗ് പഠിച്ച ഫ്രണ്ട്സൊക്കെ നമ്മൾ 1 വർഷമൊക്കെ കഴിയുമ്പോൾ വിളിച്ചിട്ട്, എന്താണ് നീ പോവാത്തത്, നീ എന്താ വീട്ടിൽ തന്നെയാണല്ലോ, ഇതിന് ടൈം എടുക്കുമെങ്കിലും നിനക്ക് എക്സ്പീരിയൻസിന് കയറിക്കൂടെ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഒരു മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തും. അതുപോലെ പരീക്ഷ എഴുതി നമ്മൾ പാസ്സായി കഴിയുന്നവരെ ഒരുപാട് സ്ട്രെസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പപ്പയും മമ്മിയാണ്. പപ്പയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ ജർമ്മനിയിൽ പോകണം. അതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതുപോലെ തന്നെ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതുപോലെ തന്നെ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. അപ്പോൾ കുറച്ച് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ജർമ്മനിയിൽ എത്തണം, അങ്ങനെ ഭയങ്കര ഒരു എയിം ഉണ്ടായിരുന്നു എനിക്ക് ഞാൻ പഠിക്കുമ്പോൾ തന്നെ. അങ്ങനെ 2021 ഡിസംബർ 14-ാം തീയതിയാണ് ഞാൻ ജർമ്മനിയിൽ എത്തുന്നത്. 13-ാം തീയതി രാത്രി ഫ്ലൈറ്റ് കയറി 14-ാം തീയതി വെളുപ്പിന് ഞാൻ ജർമ്മനിയിൽ എത്തി. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ 3 വർഷം ആയിട്ടുണ്ട് ജർമ്മനിയിൽ എത്തിയിട്ട്. അപ്പം ഞാൻ ഡിസംബറിൽ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ, എന്നെ ഒരു അച്ഛൻ വഴിയാണ് ഞാൻ വന്നത്. അപ്പം നേരെ അങ്ങോട്ടായിരുന്നു പോയത്. കാരണം ഇങ്ങോട്ട് വരാൻ ട്രാവലിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നേരെ എന്നെ ഇവിടെ കൊണ്ടേ ആക്കി കഴിഞ്ഞ് ടോട്ടൽ നമ്മൾ ഫോണിൽ കണ്ടതും നമ്മൾ ആഗ്രഹിച്ച ലൈഫേ അല്ലായിരുന്നു എനിക്കിവിടെ. കാരണം ഞാൻ നേരെ ചെല്ലുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അപ്പാർട്ട്മെൻറ്റിൽ ആരും ഇല്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്നാൽ പോലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് വേറെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. കാരണം ഞാൻ വീട്ടിലാണെങ്കിലും ഒറ്റയ്ക്കൊന്നും എപ്പോഴും പപ്പ, മമ്മി, അനിയത്തിമാർ, അങ്ങനെ ഒരു ലൈഫ്, പിന്നെ പുറത്തോട്ടിറങ്ങിയ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു ലൈഫിൽ കിടന്നിട്ട് നമ്മൾ പെട്ടെന്ന് വേറൊരു രാജ്യം, വേറൊരു ലാംഗ്വേജ്, ടോട്ടൽ എല്ലാം വ്യത്യാസം. അതിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മൾ ഒറ്റപ്പെടുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ എത്ര പറഞ്ഞാലും അതിപ്പോൾ അനുഭവിക്കാത്തവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ എന്താ ജർമ്മനിയിലല്ലേ, ലാംഗ്വേജ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വേറെയാണ്. പിന്നെ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മലയാളീസിലെ ഒരു ചേച്ചി നേരത്തെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് വേണ്ടി നേരത്തെ സിം ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. അതിൻ്റെ അകത്ത് GB എന്ന് പറഞ്ഞാൽ ഒരു 3.5 അത്രേ ഉണ്ടായിരുന്നുള്ളൂ GB നമുക്ക് 1 മന്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മളൊരു 5-6 വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ GB പെട്ടെന്ന് തീർന്നു പോകും നെറ്റൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫുള്ള് വോയിസ് കോൾ ആയിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലാണ് പിന്നെ വൈഫൈ ഉള്ളത്. ഹോസ്പിറ്റലിൽ ചില സമയത്തൊക്കെ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ നേരത്തെ ഹോസ്പിറ്റലിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ അപ്പാർട്ട്മെന്റ് മാറേണ്ട വരുമെന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ അങ്ങനെയാണെങ്കിൽ പഴയ വീട്ടിൽ നിന്ന് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മാറണമെന്ന് പറയുകയാണെങ്കിൽ എന്നാൽ പിന്നെ പുതിയ വീട്ടിൽ നിന്ന് തന്നെ പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ വൈഫൈ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ചെയ്തത്. ആദ്യത്തെ 10 ദിവസം ഞാൻ ക്വാറന്റൈൻ ആയിരുന്നു. കാരണം നമ്മൾ കോവിഡിന്റെ ആ സമയത്താണ് നമ്മൾ ഇവിടെ എത്തുന്നത്. അപ്പൊ 10 ദിവസം ഒരു മനുഷ്യനെ പോലും കാണാതെ എനിക്ക് ആരെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും കണ്ടാൽ മതി എന്നായി. ആദ്യത്തെ 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജർമ്മനി മടുത്തുപോയി. അത്രയും എന്താ നമ്മൾ അങ്ങനത്തെ ഒരു ലൈഫേ ജീവിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമുക്കത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ തന്നെ ഒരു വീട്ടിൽ നിൽക്കാതെ തന്നെ ഒരു മുറിയിൽ മിണ്ടാതിരിക്കുന്നത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പണ്ട് മുതലേ. അപ്പൊ അങ്ങനെ ഒരാള് 10 ദിവസം ആരോടും മിണ്ടാതെ ആരെയും കാണാതെ വേറൊരു രാജ്യത്ത് ഇനി ആരെങ്കിലും കണ്ടാൽ പോലും അവർ സംസാരിക്കുന്ന ജർമ്മൻ ഒന്നും മനസ്സിലാവുന്നില്ല. അതിന്റെ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കയറുന്നത്. പിന്നെ ഡ്യൂട്ടിക്ക് കയറി 1 മാസം 1.5 മാസം നമ്മളങ്ങനെ ഡ്യൂട്ടി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വീട്ടിൽ വരുമ്പം ചില സമയത്ത് കരയും. പിന്നെയും ഡ്യൂട്ടിക്ക് പോകും. കണ്ടിന്യൂസ് ഡ്യൂട്ടി ചെയ്യുന്നു. അങ്ങനെ ഒരു 2 months കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പ്രശ്നം തുടങ്ങി. എനിക്കാണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നാട്ടിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ പാടെ ഞാൻ ജർമ്മൻ പഠിച്ച അങ്ങനെയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന സമയത്തൊന്നും അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവര് പ്രശ്നമാക്കി വന്നു. ഞങ്ങളുടെ വാർഡിലെ തന്നെ ഇൻചാർജ് അവിടെ പ്രശ്നമാക്കി. ഞങ്ങളുടെ കൂട്ടത്തിൽ 2 പേർക്കായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തത്. അപ്പോൾ ഞങ്ങളെ 2 പേരെയും വിളിച്ചിട്ട് മീറ്റിംഗ് ഒക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് വന്നത്. 3 ഓപ്ഷൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ നേഴ്സിംഗ് പഠിക്കണം. 3 വർഷം ഒന്നും കൂടെ പഠിച്ച്, ഇവിടുത്തെ നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 3 വർഷമാണ്. അപ്പോൾ 3 വർഷം ഒന്നും കൂടെ പഠിച്ച് എക്സാം പാസ്സായിട്ട് കയറാന്ന്. അതാണ് ആദ്യത്തെ ഓപ്ഷൻ പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ 4 വർഷം നാട്ടിൽ നിന്ന് പഠിച്ചിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സായിട്ടല്ല, നേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നവരായിട്ട് നമ്മളെ എടുക്കാം. അപ്പം അത് കുഴപ്പമില്ലാന്ന്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്നിട്ട് നേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് അതും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ലായിരുന്നു. അപ്പൊ നമുക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. നമുക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ ലാസ്റ്റ് ഒരു ഓപ്ഷൻ പറഞ്ഞു, ഇത് രണ്ടും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലോട്ട് തിരിച്ചു പോവാന്ന്. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര, കാരണം നമ്മൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് പിടിച്ചു നിൽക്കുന്നു, അതിന്റെ കൂടെ ഇവരൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യത്വം ഇല്ലാതെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ അത്രയും നമ്മുടെ ഉള്ളിലുള്ള ആ ഫീലിങ്സ് നമുക്ക് അത്ര എക്സ്പ്രസും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വന്ന ഒരു 2 മാസം ഇവിടെ ജർമ്മനിയിലുള്ളവർക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നവർക്ക് 2 മാസം കൊണ്ട് നമുക്ക് എത്രയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമുക്കാണെങ്കിൽ വീട്ടിൽ വന്നിട്ട്, പക്ഷെ ഞാൻ വീട്ടുകാരോട് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം അവർക്ക് ഇനി ഇത് കേട്ടിട്ട് നമ്മളെ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളിവിടെ വന്ന് നമ്മളെ വിട്ടു കഴിഞ്ഞ് പെട്ടെന്ന് ഇതൊക്കെയാണ് സംഭവം എന്ന് അറിയുമ്പോഴത്തേക്ക് അവർക്കും വിഷമാവൂലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റേ കുട്ടിക്കാണെങ്കിൽ, എൻ്റെ കൂട്ടത്തിലുള്ള അവൾക്കാണെങ്കിൽ ഭയങ്കര അവൾ ഇനി മാറുവാണ് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് ഈ 2 മാസം കൊണ്ട് എനിക്കിനി എന്ത് ചെയ്യണം, ആരോട് പറയണം, അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെ കൊണ്ടുവന്ന അച്ഛനോട് തന്നെ ഞാൻ ഫോൺ വിളിച്ചു പറഞ്ഞു, അച്ഛൻ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അവരിങ്ങനത്തെ പ്രശ്നമാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ഇല്ല, പിന്നെ ലാംഗ്വേജ് ആകുന്നേ ഉള്ളൂ, അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ പറ്റത്തില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത്. അപ്പം അച്ഛൻ പിന്നെ അവരോട് സംസാരിച്ച്, പിന്നെ നമ്മുടെ അടുത്ത് പിന്നെ ഇങ്ങനത്തെ ഒരു വർത്താനമേ അവർ പറഞ്ഞിട്ടില്ലാത്ത രീതിയിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരാഴ്ച, 1-2 ആഴ്ച ഇതുമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഫുള്ളായിട്ട് തളർന്നു പോയായിരുന്നു. കാരണം ഇനി നാട്ടിലോട്ട് തിരിച്ചു പോകേണ്ട വരുമോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് എല്ലാം ഒറ്റയടിക്ക് തീർന്നോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ തോന്നുന്നില്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നിരുന്ന് അപ്പം കരയാൻ തുടങ്ങും. അങ്ങനെയായിരുന്നു 2 ആഴ്ച. അത് കഴിഞ്ഞ് പിന്നെ ലൈഫ് മുന്നോട്ട് പോയി. പിന്നെ ഉള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ക്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്ക്. എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ആവാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം മഞ്ഞ്, തണുപ്പ്, ഇതൊന്നും എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ പറ്റുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്രാങ്ക് ആവുമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു ഹൗസ് ആർട്ടിസ്റ്റ് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഡോക്ടർ വേണം.
ഞാൻ കുറേ നമ്പറുകൾ എനിക്ക് കൂടെയുള്ള ചേച്ചിമാരൊക്കെ തന്നു. ഞാൻ അവരെയൊക്കെ വിളിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ ഫുള്ളായി, പേഷ്യൻ്റ് ഫുള്ളായി, എടുക്കാൻ പറ്റത്തില്ലെന്ന്. അങ്ങനെ പിന്നെയും എനിക്ക് തോന്നുന്നത് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഡോക്ടറിനെ പോലും കണ്ടുപിടിക്കുന്നത് ഇവിടെ വന്നിട്ട്. അപ്പോൾ ഡോക്ടറിനെ കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മെഡിസിൻ ഒക്കെ എടുത്തിട്ട് വരും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോയത്. ഇങ്ങനെ അസുഖമൊക്കെ വരുമ്പം അങ്ങനെ അഡ്ജസ്റ്റ് ആയി. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ആ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും കുറയും. അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ എനിക്ക് വേറൊരു വീട് അറേഞ്ച് ചെയ്ത് തന്നു. പക്ഷെ അത് ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി ദൂരെയായിരുന്നു. എനിക്ക് തോന്നുന്നു നടക്കാനാണെങ്കിൽ ഒരു 3/4 മണിക്കൂറുണ്ട്, ബസ്സിനാണെങ്കിൽ ഒരു 15 മിനിറ്റ്, അത്രയും ദൂരം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഹോസ്പിറ്റലുകാർ ഒരു വീട് അറേഞ്ച് ചെയ്ത് തന്നു. അതുകൂടാതെ തന്നെ നമ്മുടെ ഒരു ഇന്ത്യയിൽ നിന്ന് തന്നെ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു കൊച്ചും കൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെ രണ്ടുപേരും കൂടെ അവർ ആ വീട്ടിലാക്കുകയാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കൂടെയുള്ള ബാക്കി ചേച്ചിമാരുടെ കൂടത്തിലൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ഇടയ്ക്ക് കൂടാറുണ്ട്, ഏതെങ്കിലും വീട്ടിൽ കമ്പനി കൂടാറുണ്ട്. പിന്നെ ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകാറുണ്ട് വല്ലപ്പോഴും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒരു 1 ഇയർ 6 മാസം എന്നായിരുന്നു അവർ നമ്മളോട് നേരത്തെ പറഞ്ഞത് നമ്മുടെ രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ലാംഗ്വേജിൻ്റെ പ്രശ്നം കാരണവും അതുപോലെ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ അതൊക്കെ നീട്ടി അങ്ങനെ ഒരു ഡിസംബറിലാണ്, ആ പിറ്റത്തെ വർഷം ഡിസംബറിലാണ് എൻ്റെ പേപ്പറുകളൊക്കെ അവർ അയക്കുന്നത്. പക്ഷെ അതിന് മുന്നേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം 2 മാസം മുന്നേ തന്നെ ഞാൻ എല്ലാം ചെയ്ത് എല്ലാം റെഡിയാക്കി ഡിസംബർ ആകുമ്പോഴത്തേക്ക് അയക്കാനുള്ള പാകത്തിനെല്ലാം റെഡിയാക്കി വെച്ചു. അങ്ങനെ ഡിസംബറിൽ നമ്മുടെ പേപ്പർ ഇവിടുന്ന് അയച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്, മാക്സിമം പോയ 2 മന്ത് കൊണ്ട് നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ്റെ പേപ്പർ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജനുവരി വന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഫെബ്രുവരിയിൽ എന്തായാലും നമ്മുടെ കയ്യിൽ സാധനം കിട്ടും. പിന്നെ ഫെബ്രുവരി വന്നില്ല. അപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്കും ടെൻഷൻ ആവാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ ഉള്ള എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേപ്പർ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരോട് ഞാൻ പോയി പറഞ്ഞു, ഇതുപോലെ എൻ്റെ ഇത് വന്നില്ല, എന്താ വരാത്തേന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു ഓക്കെ ഞാനൊരു മെയിൽ അയക്കാമെന്ന്. അങ്ങനെ മെയിൽ അയച്ചപ്പോഴാണ് നമ്മുടെ പേപ്പർ ഇവരെ ഹോസ്പിറ്റലുകാർ അയച്ചതിൻ്റെ കൂട്ടത്തിൽ അവരാണെങ്കിൽ നമ്മുടെ ഒരു പേപ്പർ അയക്കാൻ വിട്ടുപോയി. അതുകൊണ്ടാണ് നമ്മുടെ പിന്നെയും 2 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് ആ പേപ്പർ നമുക്ക് തിരിച്ചു കിട്ടുന്നത്, നമ്മുടെ രജിസ്ട്രേഷൻ്റെ പേപ്പർ. അപ്പോൾ ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസം കൂടെ കഴിഞ്ഞിട്ട്, 1.5 മാസം കൊണ്ട് കിട്ടേണ്ടത് എൻ്റെ കയ്യിൽ കിട്ടുന്ന ഒരു 5 മാസം കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമുക്ക് രജിസ്ട്രേഷൻ്റെ പേപ്പറുകളെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത പ്രശ്നം വന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയായി. രജിസ്ട്രേഷൻ കിട്ടി, വീട്ടിൽ വിളിച്ച് പറയുന്നു, കൂടെ ഉള്ളവരുടെ അടുത്ത് പറയുന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളെ വാടിന്ന് വിളിക്കുന്നു. അപ്പോൾ വാടിന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നു, നീ വേഗം ചെല്ല്, നിൻ്റെ എൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യുന്ന പുള്ളിക്കാരി വിളിക്കുന്നുണ്ട്, വേഗം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ എന്നോട് പറഞ്ഞു, നിൻ്റെ വിസ തീരാറായല്ലോ, അപ്പോൾ വേഗം ഈ പേപ്പറും കൂടെ വെച്ചിട്ട് നീ വേഗം അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ ഔഫ്ലാൻഡ് ബെഹോഡെ എന്നാണ് പറയുന്നത്, നമ്മുടെ വിസയൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഔസ്ലാൻഡർ ആയതുകൊണ്ട്, എന്ന് വെച്ചാൽ വേറെ രാജ്യത്തു നിന്ന് വന്ന കാരണം നമുക്ക് അവിടെ നിന്നാണ് നമ്മുടെ പുതിയ വിസയൊക്കെ കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട്, അവിടെ എൻ്റെ പേപ്പർ ചെയ്യുന്ന പുള്ളിക്കാർ പറയുന്നു, നിനക്ക് ഇന്ന് മുതൽ ഇനി ജോലിക്ക് കയറാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്തുകൊണ്ട്, കാരണം എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി, ഞാൻ രജിസ്റ്റേർഡ് നേഴ്സുമായി, ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ? അപ്പോൾ പറഞ്ഞു, നിൻ്റെ വിസയുണ്ട്, പക്ഷേ ഇപ്പം നിൻ്റെ വിസയിൽ കിടക്കുന്നത് നിനക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ വിസയാണ് നിൻ്റെ കയ്യിൽ കിടക്കുന്നത്. ആ വിസ വെച്ചിട്ട് നിനക്ക് രജിസ്ട്രേർഡ് ആയിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ ഉള്ളത് വെച്ചിട്ട്, എന്ന് വെച്ചാൽ ഞാൻ രജിസ്ട്രേർഡ് ആയല്ലോ, അപ്പം എനിക്കത് വേണ്ട, മറ്റേത് വെച്ചിട്ട് തന്നെ ഞാൻ ചെയ്തോളാം, എന്നിട്ട് എനിക്കത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ രജിസ്ട്രേർഡ് ആയിട്ടുള്ള നേഴ്സായിട്ട് ചെയ്തോളാം. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, ഇവിടുത്തെ റൂൾ ഇങ്ങനെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര പ്രശ്നമാക്കുന്നു. അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് ഞാൻ വാടി വിളിച്ചു പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ HR പോയി പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇവരും എല്ലാമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു ഇല്ല, നീ ആ പേപ്പർ വിസ കിട്ടുന്നവരെ നീ വെയിറ്റ് ചെയ്യണം. പക്ഷെ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 മന്ത് ടൈം എടുക്കുമെന്ന് എനിക്കറിയാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ പ്രാവശ്യം അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, ഒന്നും നടക്കുന്നില്ല. അങ്ങനെ 1 മന്ത് ജോലി ഇല്ലാതെ ഇരുന്നു. അങ്ങനെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ കയ്യിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള വിസ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് പോകുന്നത്. അങ്ങനെ 1 മാസം ഞാൻ ജോലിക്ക് പോയില്ലെന്ന് മാത്രമല്ല, ഹോസ്പിറ്റലുകാർ ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു ഇച്ചിരി പൈസയെങ്കിലും തരുമെന്ന്.
അവർ 1 രൂപ പോലും നമുക്ക് അക്കൗണ്ടിൽ ഇട്ടില്ല. ഭാഗ്യത്തിന് നമുക്ക് ഹോസ്പിറ്റലുകാരായിരുന്നു വീട് തന്നത്. അതുകൊണ്ട് വാടക മാത്രം ആ മാസം പിടിച്ചില്ല, പിറ്റത്തെ മാസം അതും മറ്റേതും കൂടെ ഒരുമിച്ച് പിടിച്ചു. അപ്പോൾ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും, അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് എല്ലാം അവിടുത്തെ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്കും കല്യാണം കഴിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 6 വർഷമായിട്ട് ഒരു പ്രണയം ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാം അറിയായിരുന്നു. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷനൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ 2 വീട്ടിൽ നിന്ന് വിളിച്ച് അങ്ങനെ കല്യാണം അവിടെ ഉറപ്പിക്കാൻ തുടങ്ങി. വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചു. പിന്നെ സെപ്റ്റംബർ 1 ടിക്കറ്റ് എടുത്ത് നമ്മൾ സെപ്റ്റംബറിൽ വീട്ടിലെത്തി. പിന്നെ 14-നായിരുന്നു ഞങ്ങളുടെ കല്യാണം. എല്ലാം പെട്ടെന്നായിരുന്നു. എന്ന് വെച്ചാൽ വന്നു, ജസ്റ്റ് ഒന്ന് റെഡി, ഡ്രസ്സുകളൊക്കെ ഒന്ന് നേരത്തെ ജർമ്മനിയിൽ നിന്ന് തന്നെ ഞാൻ എല്ലാം ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നേരെ 14-ാം തീയതി കല്യാണം. അത് കഴിഞ്ഞിട്ട് ആ മാസം തന്നെ അവസാനം ആയപ്പോഴത്തേക്കും 1 മാസത്തെ ലീവിനാണ് ഞാൻ വന്നത്. പിന്നെ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും വീട്ടിൽ ഒറ്റയ്ക്കായി. മറ്റേ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു വീട് മാറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒറ്റയ്ക്കായി. എനിക്കാണെങ്കിൽ ഒറ്റയ്ക്കുള്ള ലൈഫ് ഒട്ടും, പിന്നെയും ഞാൻ പഴയ ലൈഫാണ് ഓർമ്മ വരുന്നത്. അവള് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഒട്ടും പറ്റാതെയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ വീട് നോക്കാൻ തുടങ്ങി. ഞാൻ വീട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി നാൾ നോക്കിയിട്ടാണ് എനിക്ക് വീട് കിട്ടിയത്. ഒരു 5-6 മാസം ഞാൻ കുറേ വീടുകൾ പോയി കണ്ടു. ചില വീടുകൾ നമ്മുടെ ബഡ്ജറ്റിന് പറ്റില്ല, ചില വീടുകൾ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല ദൂരം. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് വേണം നമുക്കൊരു വീട് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ലാസ്റ്റ് ഒരു 5-6 മാസത്തെ തെരച്ചിലിനൊടുവിലാണ് നമുക്കൊരു വീട് കിട്ടിയത്. അതും എനിക്ക് കിട്ടിയത് ഹോസ്പിറ്റലിന് അടുത്ത് തന്നെ നമ്മുടെ ബഡ്ജറ്റിനുള്ള ഒരു വീട് നമുക്ക് കിട്ടി. വീട് കിട്ടിക്കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് പെട്ടെന്ന് തന്നെ 2 മാസത്തിനുള്ളിൽ തന്നെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് വിസ കൈ കിട്ടി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് ഇവിടെ എത്തി ജർമ്മനിയിൽ. ഇപ്പം ഹസ്ബൻഡ് വന്നിട്ട് ഇപ്പോൾ 2 മന്ത്സ് കഴിയുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ 3 ഇയേഴ്സ് ഉള്ള എക്സ്പീരിയൻസ് എനിക്ക് എന്തോ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു കാരണം തന്നെ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ, ഇപ്പം ഞാനിവിടെ ജർമ്മനിയിലെത്തി, ഞാനല്ല, ഇപ്പം പുറം രാജ്യത്തേക്ക് പോയ ഒരാളുടെ ലൈഫ് നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് സൂപ്പറാണ്, ഫോട്ടോ കാണുന്നു, അവൾ അവിടെ സെറ്റാണ്, അല്ലെ അവൻ അവിടെ സെറ്റാണ്, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ള നാട്ടിൽ നിന്ന് പുറം രാജ്യത്തേക്ക് വന്നവരൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ അവർക്കും അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന ആ ചിരിച്ച മുഖം ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പുറം രാജ്യത്തുള്ള, ഇപ്പം ജർമ്മനിയിലുള്ള എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയാം, ഞാൻ കോമൺ ആയിട്ട് പറയാണ്. നമ്മുടെ പാരൻസ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ സറൗണ്ടിങ്സ് എല്ലാം മിസ് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു രാജ്യത്തേക്ക് വരുന്നത്. അപ്പം അതിൻ്റെതായ ഒത്തിരി വിഷമങ്ങൾ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ചൂസ്.